യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ആരാണ് ഭാഗ്യവാൻ എന്നുള്ളതാണ്. നമ്മൾ മാനുഷികമായ കാഴ്ചപ്പാടിൽ ചിന്തിക്കുന്നു, ഒത്തിരിയേറെ സമ്പത്തുള്ളവരൊക്കെ ഭാഗ്യവാന്മാർ, ഒത്തിരി സൗന്ദര്യമുള്ളവർ ഭാഗ്യവാന്മാർ, വലിയ പ്രശസ്തിയുള്ളവർ ഭാഗ്യവാന്മാർ, ജീവിതത്തിൽ എല്ലാം നേടി ഉന്നതങ്ങളിലെത്തിയവർ ഭാഗ്യവാന്മാർ, കോടിക്കണക്കിന് രൂപ ലോട്ടറി അടിച്ചു കിട്ടിയാൽ അവൻ ഭാഗ്യവാൻ. ഇതൊക്കെ മാനുഷികമായ കാഴ്ചപ്പാടിൽ നമ്മൾ വിലയിരുത്തുന്ന ഒരു ഭാഗ്യത്തിൻ്റെ ഒരു മേഖലയാണ്. അവൻ ഭാഗ്യവാനാണ്. അവരുടെ സമ്പത്തുണ്ട്, നല്ല ജോലിയുണ്ട്, ഇഷ്ടംപോലെ പണമുണ്ട്, എല്ലാ ജീവിത സൗഭാഗ്യങ്ങളുമുണ്ട്. അവരൊക്കെ ഭാഗ്യവാന്മാരാണെന്ന് മനുഷ്യൻ വിധിയെഴുതുന്നു, മനുഷ്യൻ അങ്ങനെ ചിന്തിക്കുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ആരാണ് ഭാഗ്യവാനെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുക. സങ്കീർത്തനം 128 വചനം. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. ഹല്ലേലൂയാ. കരമുയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവിനെ ഭയപ്പെടുന്നവൻ, കർത്താവിൻ്റെ വഴികളിൽ നടക്കുന്നവനാണ് ഭാഗ്യവാൻ. കർത്താവിനെ ഭയപ്പെടുക. കർത്താവിനെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ് അത് അർത്ഥമാക്കുന്നത്? നമ്മുടെ പിതാവായ ദൈവം, അവളൊരു അപ്പനെ ഭയപ്പെടുന്നത് എങ്ങനെയാണോ ആ ഒരു ഭയമാ ദൈവം ആഗ്രഹിക്കുന്നത്. അവിടുത്തെ വഴികളിൽ നടക്കുന്നവൻ ഭാഗ്യവാൻ. അവിടുത്തെ വഴികൾ എന്താ? അവിടുത്തെ വഴി എന്ന് പറയുന്നത് വചനത്തിൻ്റെ വഴിയും കുരിശിൻ്റെ വഴിയുമാണ്, ഇടുങ്ങിയ വഴിയുമാണ്. വചനത്തിൻ്റെ വഴിയിലൂടെ, കുരിശിൻ്റെ പാതയിലൂടെ, ഇടുങ്ങിയ വഴികളിലൂടെ സഞ്ചരിക്കുന്നവനാണ് ഭാഗ്യവാൻ. വിശാലമായ വഴി നാശത്തിൽ എത്തുന്ന വഴിയാണെന്ന് യേശു പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു, കർത്താവിനെ ഭയപ്പെടണം നീ, കർത്താവിനെ ആരാധിക്കണം നീ, കർത്താവിനെ സ്നേഹിക്കണം. കർത്താവ് പറഞ്ഞു തന്ന വഴികളിലൂടെ നീ നടക്കണം. അപ്പോൾ നീ ഭാഗ്യവാനായിട്ട് മാറും. 128:2 നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും, നീ സന്തുഷ്ടനായിരിക്കും, നിനക്ക് നന്മ കൈവരും.
നീ അധ്വാനിക്കുന്നത് അത് നിനക്ക് അനുഗ്രഹമായിട്ട് മാറും. നിന്റെ ജീവിതത്തിൽ എല്ലാ പ്രവൃത്തികളിലും കർത്താവ് നിന്നെ നിരന്തരം അനുഗ്രഹിക്കും. കർത്താവിൻ്റെ വഴിയിലൂടെ നീ നടക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. സങ്കീർത്തനം 128:3 നിന്റെ ഭാര്യ ഭവനത്തിൽ ഫലസമർത്ഥമായ മുന്തിരി പോലെയായിരിക്കും, നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും. കർത്താവിൻ്റെ ഭക്തൻ ഇപ്രകാരം അനുഗ്രഹീതനാകും. ഹല്ലേലൂയ. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിലെ ഫലസമർത്ഥമായ ഒരു മുന്തിരിച്ചെടി പോലെ ആയിരിക്കും. നിന്റെ മക്കള് നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയായിരിക്കും. ഉണ്ടോ? ഭാര്യ കുടുംബത്തിൽ ഒരനുഗ്രഹമായിരിക്കും. നിനക്ക് പിറന്നു വീഴുന്ന മക്കൾ അവരെല്ലാം അനുഗ്രഹീതരായിട്ട് മാറുമെന്ന് വചനം പഠിപ്പിക്കുന്നു. കാരണം എന്താ? നീ കർത്താവിൻ്റെ വഴിയിലൂടെ നടക്കുന്നു. അതുകൊണ്ട് നിന്റെ അധ്വാന ഫലം അനുഭവിക്കും. അതായത് നിന്റെ വരുമാന മാർഗങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നിന്റെ ഭാര്യ അനുഗ്രഹിക്കപ്പെടും, മക്കൾ അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ നീ ഭാഗ്യവാനായിട്ട് മാറും. കർത്താവിൻ്റെ വഴികളിൽ നടക്കുന്നവനാണ് ഭാഗ്യവാനെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. കർത്താവിൻ്റെ വഴികളിലൂടെ നമുക്ക് നടക്കാം. വഴി തെറ്റരുത്. ആരെങ്കിലും വഴിതെറ്റി നടക്കുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ വഴിയിലേക്ക് നമുക്ക് മടങ്ങി വരാം. നിയമാവർത്തന പുസ്തകത്തിൽ 33:29 ഇസ്രായേലേ നീ ഭാഗ്യവാൻ, ഇസ്രായേലേ നീ ഭാഗ്യവാൻ. ആരാണ് ഇസ്രായേൽ? യാക്കോബിൻ്റെ പേരാണ് ഇസ്രായേൽ. യാക്കോബേ നീ ഭാഗ്യവാൻ, ഇസ്രായേലേ നീ ഭാഗ്യവാൻ, ഇസ്രായേൽ സന്തതികളെ നീ ഭാഗ്യവാൻ. ഇസ്രായേൽ മക്കൾ എല്ലാവരും ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ്. യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിക്കുമ്പോൾ നമ്മൾ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ്. നമ്മൾ പുതിയ ഇസ്രായേലാണ്. നിന്നെ സഹായിക്കുന്ന പരിചയം, നിന്നെ മഹത്വമണിയിക്കുന്ന വാളുമായ കർത്താവിനാൽ രക്ഷിക്കപ്പെട്ട നിന്നെപ്പോലെ മറ്റൊരു ജനം ഏതാണുള്ളത്? നിന്റെ കർത്താവിനെ പോലെ ശക്തനായ മറ്റൊരു ദൈവമില്ലല്ലോ. നിന്റെ കർത്താവിനെ പോലെ പരിശുദ്ധനായ മറ്റൊരുവനില്ലല്ലോ. അവൻ നിനക്ക് തുണയായി കൂടെയുണ്ട്, താങ്ങായി തണലായി അവൻ കൂടെയുണ്ടല്ലോ. ഹല്ലേലൂയ. നീ ഭാഗ്യവാനാണ്. നിന്നെപ്പോലെ മറ്റേത് ജനമാണുള്ളത്? ശത്രുക്കൾ നിന്നെ വഞ്ചിക്കാൻ ശ്രമിക്കും, എന്നാൽ നീ അവരുടെ ഉന്നത സ്ഥലങ്ങൾ ചവിട്ടിമെതിക്കും. ശത്രുക്കൾ നിന്നെ വഞ്ചിക്കാൻ ശ്രമിക്കും, പക്ഷേ ശത്രുവിനെ നീ ചവിട്ടിമെതിക്കും. പാമ്പുകളുടെ മേലും തേളുകളുടെ മേലും ശത്രുവിൻ്റെ സകല ശക്തിയുടെ മേലും ചവിട്ടി മെതിക്കുവാൻ, ചവിട്ടി നടക്കുവാൻ അധികാരവും ശക്തിയും അവിടുന്ന് നിനക്ക് നൽകുകയാണ്. നീ കർത്താവിൻ്റെ വഴിയിലൂടെ നടക്കുന്ന വ്യക്തിയാണെങ്കിൽ നീ ഭാഗ്യവാനാണ്. പലരെയും ദൗർഭാഗ്യം പിടികൂടുന്നത് എന്താ? കർത്താവിൻ്റെ വചനം വിട്ടുള്ള ജീവിതം, സ്വന്തം വഴിയിലൂടെ, തോന്നിവാസത്തിൻ്റെ വഴികളിലൂടെ ജീവിക്കുമ്പോൾ തിരിച്ചടികൾ ജീവിതത്തിൽ ഉറപ്പായിട്ടും കടന്നു വരും. ഇനി ആരാണെന്ന് ഭാഗ്യവാനെന്ന് മറ്റൊരു വചനത്തിൽ പഠിപ്പിക്കുന്നു. അത് നമുക്ക് ഒത്തിരിയേറെ സന്തോഷം തോന്നുന്ന, ഒത്തിരി ഹൃദയത്തിൽ ആശ്വാസം തോന്നുന്ന ഒരു വചനമാണ്. സങ്കീർത്തനം 32:1-2 വചനങ്ങൾ. അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ. ഹല്ലേലൂയാ. നമ്മുടെ അതിക്രമങ്ങളെല്ലാം കർത്താവ് ക്ഷമിക്കുന്നു. നമ്മുടെ പാപങ്ങൾക്ക് അവിടുന്ന് മാപ്പ് തരുന്നു. അപ്പോൾ നമ്മൾ ഭാഗ്യവാനാണ്. ലോട്ടറി അടിക്കുന്നവനല്ല ഭാഗ്യവാൻ. ലോകത്തിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും നേടിയ വ്യക്തിയല്ല ഭാഗ്യവാൻ. ജീവിതത്തിൻ്റെ എല്ലാ സുഖങ്ങളും അനുഭവിച്ചു ജീവിക്കുന്നവനല്ല ഭാഗ്യവാൻ. ആരാണ് ഭാഗ്യവാൻ? അതിക്രമങ്ങൾക്ക് മാപ്പ് ലഭിച്ചവൻ, പാപങ്ങൾക്ക് മോചനം ലഭിച്ചവൻ, അവനാണ് ഭാഗ്യവാൻ. കാരണം അവന് ദൈവസന്നിധിയിൽ പ്രവേശനമുണ്ട്. അവനാണ് ഭാഗ്യവാൻ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് കുറ്റം ചുമത്താത്തവൻ, ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവൻ ഭാഗ്യവാൻ. കർത്താവ് നിന്നെ കുറ്റം ചുമത്തുന്നില്ലെങ്കിൽ നീ ഭാഗ്യവാനാ. നിന്റെ ഹൃദയത്തിൽ വഞ്ചനയില്ലെങ്കിൽ നീ ഭാഗ്യവാനാ. കർത്താവ്
നമ്മളെ കുറ്റം ചുമത്താതിരിക്കുന്നുവെങ്കിൽ നമ്മൾ ഭാഗ്യമുള്ളവരാണ്. വചനം പറയുന്നുണ്ടല്ലോ, എനിക്ക് ദയ തോന്നുന്നവരോട് ഞാൻ ദയ കാണിക്കും, എനിക്ക് കരുണ തോന്നുന്നവരോട് ഞാൻ കരുണ കാണിക്കും. കർത്താവ് നമ്മളെ കുറ്റം വിധിക്കത്തില്ല. നമ്മൾ അനുദപിച്ചാൽ മതി, പാപം ഒന്ന് ഉപേക്ഷിച്ചാൽ മതി. കർത്താവ് നമ്മൾ ഒരിക്കലും കുറ്റം വിധിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. കുറ്റം വിധിക്കപ്പെടാതിരിക്കാൻ വേണ്ടി നമുക്കും ആരെയും കുറ്റം വിധിക്കാതിരിക്കാം. കർത്താവ് കുറ്റം ചുമത്താത്തവൻ ഭാഗ്യവാൻ. നമ്മുടെ കുറ്റങ്ങളെല്ലാം അവൻ മായ്ച്ചു കളയും. അവിടുത്തെ രക്തം കൊണ്ട് നമ്മളെ കഴുകും. അവൻ നമ്മളെ വിശുദ്ധീകരിക്കും. ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനാണ് ഭാഗ്യവാൻ. ഇന്ന് അനേക വ്യക്തികളുടെ ജീവിതത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഹൃദയത്തിൽ കാപട്യമാണ്, വഞ്ചനയാണ്. പുറമേ ഒന്ന്, അകമേ മറ്റൊന്ന്. പുറമേ മധുരമായിട്ട് സംസാരിക്കും, ഉള്ളിൽ വഞ്ചനയും കാപട്യവും ചതിവും വെച്ച് ജീവിക്കുന്ന അനേക വ്യക്തികൾ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ഒരുപക്ഷെ ഈ വചനം കേൾക്കുന്ന നിങ്ങളുടെ പലരുടെയും ജീവിതത്തിൽ ഈ അനുഭവം ഉണ്ട്. ഹൃദയത്തിലെ വഞ്ചനയും കാപട്യവുമൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് നീക്കിക്കളയാം. വഞ്ചനയില്ലാത്ത വ്യക്തിയാണ് ഭാഗ്യവാൻ. നമ്മൾ ആരെയും വഞ്ചിക്കരുത്. ഒരിക്കലും ആരെയും നമ്മൾ വഞ്ചിക്കാനോ ദ്രോഹിക്കാനോ പാടില്ല. അപ്പോൾ ഞാനും നിങ്ങളും ഭാഗ്യവാന്മാരുടെ ലിസ്റ്റിലേക്ക് കയറുകയാണ്. ഹല്ലേലൂയ. കർത്താവ് കുറ്റം ചുമത്തുന്നില്ലെങ്കിലാണ് ഞാൻ ഭാഗ്യവാനായിട്ട് മാറുന്നത്. കർത്താവിൻ്റെ പാപങ്ങളെല്ലാം മായ്ച്ചു കളയുമ്പോൾ ഞാനും നിങ്ങളും ഭാഗ്യവാന്മാരുടെ പട്ടികയിലേക്ക് കടക്കുകയാണ്. ഈ ലോകത്തിൻ്റെ സമ്പത്തും സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും ഉണ്ട്, ലോകത്തിൻ്റെ എല്ലാ സുഖങ്ങളും അനുഭവിച്ച് ജീവിക്കുന്നു. പക്ഷേ ആ വ്യക്തി ഭാഗ്യവാനാണെന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നില്ല. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. സങ്കീർത്തനം 40:5. സങ്കീർത്തനം 40:5. ദൈവമായ അങ്ങ് എത്ര അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. സത്യമല്ലേ? കർത്താവ് നമുക്ക് വേണ്ടി എന്തെല്ലാം അത്ഭുതങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്നത്. കടബാധ്യത വന്നപ്പോൾ അത്ഭുതമായിട്ട് വഴി തുറന്നില്ലേ? മക്കളില്ലായിരുന്നപ്പോൾ കർത്താവ് മക്കളെ തന്ന് അനുഗ്രഹിച്ചില്ലേ? എന്തെല്ലാം അത്ഭുതങ്ങൾ. ജോലി ഇല്ലാതിരുന്നപ്പോൾ അത്ഭുതമായിട്ട് കർത്താവ് ജോലി തന്നില്ലേ? ജീവിതത്തിൽ എല്ലാ വഴിയും അടഞ്ഞപ്പോൾ പല വഴികളെ കർത്താവ് തുറന്നു തന്ന അനുഭവങ്ങൾ. നമുക്കെല്ലാവർക്കും ഈ അനുഭവങ്ങൾ ഓർത്ത് നന്ദി പറയാം. ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങ് എത്ര ശ്രദ്ധാലുവായിരുന്നു. ദൈവം നമ്മുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധാലുവാണ്. കാരണം ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ മക്കളാണ്. മക്കളുടെ കാര്യത്തിൽ അപ്പന് വലിയ ശ്രദ്ധയുണ്ട്. അങ്ങേക്ക് തുല്യനായി ആരുമില്ല. ഞാൻ അവയെ വിവരിക്കാനും പ്രഘോഷിക്കാനും തുനിഞ്ഞാൽ അവ അസംഖ്യമാണല്ലോ. നമുക്ക് കർത്താവിന് നന്ദി പറയാം. നമുക്ക് ഭാഗ്യവാന്മാരുടെ ലിസ്റ്റിലേക്ക് കടന്നു വരണം. ഈ അടുത്ത നാളിൽ ഒരു സ്ഥലത്ത് ഒരു കൺവെൻഷൻ നടക്കുമ്പോൾ അവിടെ ശക്തമായിട്ട് പാപത്തെക്കുറിച്ചും കുമ്പസാരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുമൊക്കെ പങ്കുവച്ചു. ആ ദിവസങ്ങളിൽ അവിടെ നടന്ന കുമ്പസാരത്തിൽ അനേക മക്കൾ 42 വർഷമായിട്ട് കുമ്പസാരിക്കാത്തവർ, 10 വർഷമായി, 7 വർഷമായി, 2 വർഷമായിട്ടൊക്കെ കുമ്പസാരിക്കാത്ത മക്കളൊക്കെ കുമ്പസാരിച്ചു. അവിടെ കുമ്പസാരിപ്പിച്ച ഒരു ബഹുമാനപ്പെട്ട വൈദികൻ പറഞ്ഞത്, യുവാക്കന്മാരൊക്കെ കുമ്പസാര സമയത്ത് പൊട്ടിക്കരഞ്ഞാണ് കുമ്പസാരിച്ചത്. അനുതാപത്തിൻ്റെ വലിയൊരു അനുഭവം അവർക്ക് നൽകുകയാണ്. ഒരു വ്യക്തി പ്രാർത്ഥിക്കാനായിട്ട് വന്നതാണ്. ആ മകനും ഭാര്യയും 10 വർഷമായിട്ട് മക്കളില്ല. വിവാഹത്തിൻ്റെ അന്ന് കുർബാന സ്വീകരിച്ച ആ വ്യക്തി അന്നും കള്ളക്കുമ്പസാരം നടത്തിയ കുർബാന സ്വീകരിച്ചത്. 10 വർഷക്കാലമായി കുമ്പസാരിച്ചിട്ടില്ല, പക്ഷേ പോയി വിസ്തുർബാന സ്വീകരിക്കും. എത്ര ഗൗരവമേറിയ തെറ്റാണിത്. 10 വർഷം കഴിഞ്ഞിട്ട് മക്കളുമില്ല. നോക്കുക, പാപം ചെയ്യുക, കുമ്പസാരമെന്ന കൂദാശയിലേക്ക് കടന്നു ചെല്ലാതെ വീണ്ടും വീണ്ടും വിസ്തുർബാന സ്വീകരിക്കുക, അത് നിങ്ങളെ പാപത്തിൻ്റെ അടിമത്തത്തിലാക്കും. പിശാച് നിങ്ങളെ ബന്ധിക്കും, നിങ്ങളെ പൂർണ്ണമായിട്ട് നിങ്ങളുടെ ജീവിതത്തെ തകർക്കും. അടുക്കൽ കുമ്പസാരിക്കുവാൻ, പാപങ്ങൾ ഏറ്റുപറയുവാനൊക്കെ നിങ്ങൾ മനസ്സ് കാണിക്കണം. സാധിക്കുമ്പോൾ അടുക്കൽ അനുദപിച്ച് പാപം ഏറ്റുപറഞ്ഞ് പാപം ഉപേക്ഷിക്കാൻ നല്ലൊരു തീരുമാനത്തിലേക്ക് നിങ്ങൾ കടന്നു വരിക. കർത്താവ് കുറ്റം ചുമത്താത്തവൻ, കർത്താവ് ആരുടെ പാപങ്ങളൊക്കെ മോചിച്ചു കളയുന്നുവോ അവരാണ് യഥാർത്ഥത്തിൽ ഭാഗ്യവാൻ. കർത്താവ് പാപങ്ങൾ മോചിക്കുന്നവൻ, അവരാണ് ഭാഗ്യവാന്മാർ.
രണ്ട് കരങ്ങളും ദൈവസ്ഥലേക്ക് ഒന്ന് ഉയർത്തി നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുവാൻ, നമ്മുടെ മേൽ കരുണ ചൊരിയപ്പെടുവാൻ, ഭാഗ്യവാന്മാരുടെ ലിസ്റ്റിലേക്ക് കർത്താവ് നമ്മളെ ഉയർത്തുവാൻ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, എൻ്റെ പാപങ്ങൾ ഞാൻ ഏറ്റുപറയുന്നു. ചെറുതും വലുതുമായ എൻ്റെ പാപങ്ങളെല്ലാം സമർപ്പിക്കുന്നു. യേശുവേ, എൻ്റെ ഹൃദയത്തിൽ അശുദ്ധിയുണ്ട്, മ്ലേച്ഛതയുണ്ട്, പാപമുണ്ട്. മാപ്പ് തരണമേ. കർത്താവേ, ഞങ്ങൾ വഞ്ചന ഉപേക്ഷിക്കുന്നു, കാപട്യം ഉപേക്ഷിക്കുന്നു, തിന്മയുടെ വഴികൾ വിട്ടുപേക്ഷിക്കുന്നു. ഞങ്ങളോട് കരുണയാകണമേ. ഞങ്ങളുടെ പാപങ്ങൾ അങ്ങ് മായിച്ചു കളയണമേ. ഞങ്ങളുടെ കുറ്റങ്ങൾ അങ്ങ് ഞങ്ങളുടെ മേൽ ചുമത്തരുതേ. ഞങ്ങളുടെ പാപങ്ങളും കുറ്റങ്ങളും പിതാവേ അങ്ങ് പുത്രനായ യേശുവിൻ്റെ മേൽ ചുമത്തിയതാണല്ലോ. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകിയിരിക്കുന്നു. യേശുവേ, നന്ദി പറയുന്നു. ഞങ്ങളുടെ രക്തം കൊണ്ട് കഴുകി ഞങ്ങളെ ശുദ്ധീകരിച്ച് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപത്തിൻ്റെ ആസക്തികൾ വിട്ടുമാറട്ടെ. ഹൃദയത്തിൻ്റെ കാഠിന്യം വഞ്ചന വിട്ടുമാറട്ടെ. യേശുവേ നന്ദി. യേശുവേ, അങ്ങയുടെ കരം വയ്ക്കണമേ. എല്ലാ രോഗികളെയും അങ്ങനെ സൗഖ്യമാക്കണമേ. നടുവ്, നട്ടല്, അസ്ഥികളൊക്കെ ബലമാവട്ടെ. ക്യാൻസറും ട്യൂമറും വിട്ടുമാറട്ടെ. മാനസിക രോഗികൾ സൗഖ്യമാവട്ടെ. എയ്ഡ്സ് രോഗികൾ സൗഖ്യമാവട്ടെ. ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. പൈശാചിക പീഡനം വിട്ടുമാറട്ടെ. തിന്മയുടെ സ്വാധീനങ്ങൾ വിട്ടൊഴിയട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ആമേൻ. ഈ യേശുനാമത്തിൻ്റെ പുസ്തകവും സൗഖ്യമാക്കുന്ന കർത്താവ്, ഈ രണ്ട് പുസ്തകങ്ങളും ജോബി ചേട്ടൻ വാങ്ങിച്ചുകൊണ്ട് പോയി. എന്നാ മേടിച്ചത്? തിങ്കളാഴ്ച ഈ രണ്ട് പുസ്തകങ്ങളും ജോബി ചേട്ടൻ മേടിച്ചുകൊണ്ട് പോയി. ഇനി ജോബി ചേട്ടൻ പറയും. ഞാൻ 20 വർഷമായിട്ട് ബെൽറ്റ് ഉപയോഗിക്കുന്ന ആളാണ്. ഈ ധ്യാനത്തിന് വന്ന് 2 മാസമായിട്ട് എനിക്ക് ശക്തിയായ വേദന ഉണ്ടായിരുന്നു. ബെൽറ്റ് ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ശനിയാഴ്ചത്തെ ധ്യാനത്തിന് ഞാനിവിടെ വരുമ്പോഴും ബെൽറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് വന്നത്. ശനിയാഴ്ചയും ബ്രദർ ഓപ്പറേഷൻ തീരുമാനിച്ചിരിക്കുന്ന ആളെ വേദിയിലേക്ക് വരാനാണ് ആവശ്യപ്പെട്ടത്. ഞായറാഴ്ചയും അതുപോലെ തന്നെ ബെൽറ്റ് ഉപയോഗിച്ചവർ വരാനായിട്ട് ബ്രദർ ആവശ്യപ്പെട്ടെങ്കിലും എനിക്ക് പെട്ടെന്ന് ഒരു പിൻവിളി പോലെ, എനിക്ക് എന്ത് കാര്യത്തിനും അതുണ്ടാകും, എന്ത് കാര്യത്തിനും മുന്നിട്ടെന്നാലും വേണ്ട എന്നൊരു തീരുമാനം പെട്ടെന്ന് മനസ്സിൽ വരികയും അതോടുകൂടി ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതെയും മടങ്ങിപ്പോകുന്നൊരു രീതി എനിക്കുണ്ട്. അതുപോലെ തന്നെ ഞായറാഴ്ചയും ബ്രദർ വിളിച്ചപ്പോഴത്തേക്ക് എനിക്ക് ആ വിളി പോലെ വന്നു. ഞാൻ ബ്രദർ വിളിച്ചിട്ട് ഇങ്ങോട്ട് വന്നില്ല, അവിടെ ഇരുന്നു ധ്യാനം കൂടി. തിങ്കളാഴ്ച രാവിലെ കൗൺസിലിങ്ങിൽ വന്നു ബ്രദറിനോട് ഞാൻ എല്ലാം പറഞ്ഞു. അപ്പോൾ ബ്രദർ പറഞ്ഞു, നീ ഇന്നും ബ്രദർ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് ഈ ഉൾവിളി വന്നാൽ പോ ശാത്താനെ അകലെ എന്ന് പറഞ്ഞിട്ട് ബ്രദറിൻ്റെ അടുത്ത് ചെല്ലണം എന്ന് ബ്രദർ എന്നോട് പറഞ്ഞു. പക്ഷേ തിങ്കളാഴ്ചയും ബ്രദർ വിളിച്ചില്ല. ഞാൻ വളരെ പ്രയാസപ്പെട്ട് അങ്ങനെ ഇരുന്നു. പെട്ടെന്ന് തന്നെ എനിക്ക് അന്നേരം എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി, ഈ പുസ്തകം വാങ്ങണം എന്ന് തോന്നി. പക്ഷേ തോന്നൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കയ്യിൽ 10 പൈസ ഇല്ലായിരുന്നു. സത്യത്തിൽ ഞാൻ അങ്ങും ഇങ്ങും നോക്കി. ഏതായാലും അടുത്തിരിക്കുന്ന സുഹൃത്തൊരു പരിചയമുള്ളതായിരുന്നു. ഒരു മടിയും കൂടാതെ ഞാൻ സഹോദരൻ്റെ അടുത്ത് ചോദിച്ച്, പൈസ ഉണ്ടെങ്കിൽ ഒരു 20 രൂപ എനിക്ക് വേണം. ഒരു മടിയും കൂടാതെ ആ 20 രൂപ എനിക്ക് തന്ന് ഞാൻ ഈ 2 പുസ്തകവും വാങ്ങി കയ്യിൽ വെച്ച് അന്നത്തെ ധ്യാനം മുഴുവനും ഞാൻ കൂടി തിരിച്ച് വീട്ടിൽ പോയി ഭക്ഷണമെല്ലാം കഴിച്ചു. കിടക്കാനുള്ള പായും എല്ലാം ഇട്ട് തറയിലാണ് ഞാൻ കിടക്കുന്നത്. പായുമൊക്കെ ഇട്ട് ഈ പുസ്തകം കൊണ്ട് എന്ന് പറഞ്ഞാൽ നടയിൽ വെക്കുകയാണ് ചെയ്തത്. നടയിൽ നിന്ന് എടുത്ത് ഞാൻ കിടക്കുന്ന പായ വെച്ച് കിടക്കാൻ എല്ലാം വിരിച്ചു. ഞാൻ നേരെ മലർന്ന് കിടന്നുകൊണ്ട് ഈ പുസ്തകം എടുത്ത് എൻ്റെ ശരീരത്തിനോട് ചേർത്ത് ഞാൻ എൻ്റെ നടുവിൽ വെച്ചു. ഈ പുസ്തകം ഞാൻ എൻ്റെ പെടലിക്ക് ഓപ്പറേഷൻ ചെയ്ത പെടലി ആ ഭാഗത്ത് വെച്ചുകൊണ്ട് മലർന്ന് കിടന്നുകൊണ്ട്, എൻ്റെ യേശുവേ, നാളെ എനിക്ക് ഈ ബെൽറ്റ് ധരിക്കാൻ ഇടയുണ്ടാകരുതേ എന്ന് അപേക്ഷിച്ച് ഞാൻ കിടന്നു. യേശുവിനെ സ്തുതിച്ചുകൊണ്ട് ഞാൻ കിടന്നു. നേരം വെളുത്തിട്ട് എനിക്ക് സന്തോഷമായിട്ട് എനിക്ക് വേദന ഉണ്ടായില്ല. പെട്ടെന്ന് ഞാൻ ചാടി എഴുന്നേറ്റ് പുസ്തകമെല്ലാം എടുത്ത് സന്തോഷമായിട്ട് ഞാൻ ഒരു ഗ്ലാസ് ചായ എല്ലാം കുടിച്ച് ബാത്റൂമിൽ പോയിരുന്നപ്പോൾ എനിക്ക് മനസ്സിന് സന്തോഷമാണ്. ഞാൻ അവിടെ ഇരുന്നും യേശുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ കയ്യിൽ എന്തോ വീഴുന്ന പോലെ, ഈ ഇടത് വശം എന്തോ വീഴുന്ന പോലെ എനിക്ക് തോന്നി. 4 വർഷമായിട്ട് എൻ്റെ ഈ 2 കൈയുടെയും മുട്ടിന് താഴെ 2 മുഴ പോലെ ഉണ്ടായിരുന്നു. പക്ഷേ
ഈ വീഴുന്ന എന്തോ എന്ന് വീണതുപോലെ തോന്നിയ സമയത്ത് ഞാൻ പെട്ടെന്ന് കൈയെടുത്ത് ഈ മുട്ടിന് സോളറിന് തുടച്ച് കീഴ്പോട്ട് ഞാൻ കൈ ഊത്ത് വന്നപ്പോഴത്തേക്കും ഈ ഉണ്ടായിരുന്ന മുഴ എനിക്കില്ല. അതുപോലെ തന്നെ പെട്ടെന്ന് ഞാൻ എൻ്റെ വലത് കൈയിലും തടകി നോക്കി, പക്ഷേ വലത് കൈയിലും അതില്ല. ചൊവ്വാഴ്ച മുതൽ ഞാൻ ബെൽറ്റ് ഉപയോഗിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിൻ്റെ അത്ഭുതമായ സ്പർശനമാണ് ഈ പുസ്തകത്തിലൂടെ, ഈ 2 പുസ്തകങ്ങളിലൂടെ കഴുത്തിൻ്റെ വേദന, നടുവിൻ്റെ വേദന വിട്ടുമാറി. അതുകൂടാതെ കൈകളിലുണ്ടായിരുന്ന 2 മുഴകളും അപ്രത്യക്ഷമായി. കരമടിച്ച് യേശുവിനെ മഹത്വപ്പെടുത്തിക്കേ. ഹല്ലേലൂയ. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്, കർത്താവിന് മാത്രമാണ് മഹത്വം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് വിമൽ ജോൺ. ഞാനിവിടെ അടുത്ത് കാട്ടൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഡോക്ടറായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാലക്കാട്. എൻ്റെ അസുഖം എന്ന് പറഞ്ഞാൽ എനിക്ക് 7 വർഷമായിട്ട് നടുവിന് വേദനയായിരുന്നു. അപ്പോൾ ലൂർദിൽ കൊണ്ടുപോയി കാണിച്ചപ്പോൾ MRI എടുത്തു. MRI എടുത്തപ്പോൾ ഡിസ്ക് ബൾജ് ഉണ്ടെന്ന് പറഞ്ഞു. അത് നെർവ് കംപ്രസ്ഡ് ആയിരിക്കുവാണ്, അപ്പോൾ അതുകൊണ്ട് പെയിൻ ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു സർജറി ഇപ്പോൾ ചെയ്യേണ്ട, പോകുന്നിടത്തോളം പോട്ടെ എന്നങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞാൻ ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതിനുശേഷമാണ് എനിക്ക് പാലക്കാട് പോസ്റ്റിംഗ് വരുന്നത്. അപ്പോൾ പാലക്കാട് ഗവൺമെൻറ് ആശുപത്രിയിലാണോ ജോലി ചെയ്യുന്നത്? ഇപ്പോൾ ഗവൺമെൻറ് ആശുപത്രിയിൽ. ഗവൺമെൻറ് ആശുപത്രിയിലെ ഡോക്ടറാണ്. അപ്പോൾ പാലക്കാട് ആയപ്പോൾ എനിക്ക് ഒത്തിരി ട്രാവൽ ചെയ്യേണ്ട ആവശ്യം വന്നു. അപ്പോൾ ട്രെയിനകത്ത് എനിക്ക് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ബർത്തുള്ള വണ്ടിയാണെങ്കിൽ പൊക്കത്ത് കയറി കിടക്കും, ഇല്ലെങ്കിൽ സാധാരണ ഓർഡിനറി ട്രെയിനൊക്കെ ആണെങ്കിൽ ഞാൻ ലഗേജ് വെക്കുന്ന ഭാഗത്ത് കിടക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് ആരും ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റത്തില്ല, അത്ര ദൂരം ഇരിക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥയായിരുന്നു അല്ലേ? ഒരു 20 മിനിറ്റ് ഇരുന്നാൽ തന്നെ കാല് മരവിപ്പിൽ വരും, ബാക്ക് ഭയങ്കരമായിട്ട് സ്റ്റിഫാവും. പിറ്റേ ദിവസം എനിക്ക് എഴുന്നേക്കാൻ പറ്റില്ല, ഭയങ്കര സ്റ്റിഫായിട്ടിരിക്കും. അത്രമാത്രം പ്രയാസത്തിലാണ്. ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു ഡോക്ടറാണ് ഈ സാക്ഷ്യം പറയുന്നത്. മെഡിക്കൽ സയൻസിന് കഴിയാത്തതായ കാര്യത്തിന് മേലെ ദൈവം ഇടപെടുന്നത്, കർത്താവ് ചെയ്ത പ്രവൃത്തി നമുക്ക് കേൾക്കാം. എനിക്ക് കാർ അധികം ഓടിക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ എനിക്ക് വലിയ വിഷമമായി. ഞാൻ ദൈവത്തോട് പറയാൻ തുടങ്ങി, ദൈവമേ ഇങ്ങനെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ 4 വർഷമായിട്ട് ഇവിടെ പൂങ്കാവിൽ ധ്യാനം കൂടിക്കൊണ്ടിരുന്നു. അപ്പോഴെല്ലാം എൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം എൻ്റെ ഈ നടുവിൻ്റെ വേദന എത്രയും പെട്ടെന്ന് സുഖമാകണമെന്നുള്ളതായിരുന്നു. അതിനുശേഷം ഇടയ്ക്ക് എപ്പോഴും ഞാനിങ്ങനെ യൂട്യൂബിൽ അറിയാതെ ഞാനിങ്ങനെ വീഡിയോ കണ്ടു, നമ്മുടെ കിങ് ജീസസ് മിനിസ്ട്രിയുടെ വീഡിയോ കണ്ടു. അന്നും എല്ലാ ദിവസവും ഞാൻ ഈ വീഡിയോ കാണാൻ തുടങ്ങി. ഇതിൽ നടുവിന് വേദന സുഖപ്പെടുന്ന ഭാഗം വരുമ്പോഴൊക്കെ ഞാനിങ്ങനെ അത് വെച്ചിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെ ബ്രദറിൻ്റെ ധ്യാനം കൂടൊന്ന് ആഗ്രഹിച്ചിരുന്നപ്പോഴാണ് ഇവിടെ ധ്യാനം വന്നത്. അങ്ങനെ ആദ്യ ദിവസം കൂടി, 2ാമത്തെ ദിവസം ധ്യാനത്തിന് ശേഷം ബ്രദർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു ഇങ്ങനെ ബ്രദർ നടുവിനാണ് വരുന്നത്. ബ്രദറിനെ തിരിച്ചു നിർത്തിയിട്ട് നടുവിൻ്റെ പുറകിൽ തുവാല കൊണ്ട് ആണെന്ന് തോന്നുന്നു. ഞാൻ കരയുകയായിരുന്നു, എനിക്ക് ഓർമ്മയില്ല. ബ്രദർ ഇങ്ങനെ അടിച്ചു. അപ്പോൾ എൻ്റെ വൈഫുണ്ടായിരുന്നു, എൻ്റെ മോളുണ്ടായിരുന്നു. ഞാൻ കരഞ്ഞുപോയി. കാര്യം എനിക്കറിയായിരുന്നു, കാര്യം ബ്രദർ അടിച്ചു കഴിഞ്ഞാൽ അത് ഹീലാവുമെന്ന് എനിക്കറിയായിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് കരച്ചിൽ വന്നു. പിന്നെ ഞങ്ങൾ വീട്ടിൽ പോയി ഞാൻ കുറച്ചൊക്കെ ഭാരമൊക്കെ എടുത്ത് നോക്കി, കുഞ്ഞൊക്കെ നോക്കി. എനിക്ക് വളരെ ചെറിയൊരു പെയിൻ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. കർത്താവ് എനിക്ക് സൗഖ്യം തന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. കുഞ്ഞ് തിരിച്ച് കാലൊക്കെ ഒന്ന് വലിച്ച് കുടഞ്ഞ് ഒന്ന് ഇരുന്നൊക്കെ എണീറ്റ് കാണിച്ച്. ഹല്ലേലൂയ. കരമുയർത്തിയടിച്ച് യേശുവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ഇത് യേശുവാണ് ചെയ്തത്. ഈ മകനെ തൊട്ടതും സൗഖ്യമാക്കിയത് യേശുവാണ്. യേശുവിന് നന്ദി. ഹല്ലേലൂയ. സന്തോഷമായില്ലേ? അതെ. ഇപ്പം ഈ ട്രെയിനിൽ ഇരുന്നൊക്കെ യാത്ര ചെയ്യല്ലേ, കാറൊക്കെ ഓടിച്ച് നല്ല മിടുക്കനെടുപ്പാം. യേശു ഒത്തിരി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. യേശു ആരിലും വലിയവൻ, വലിയവൻ യേശു. യേശു ആരിലും വലിയവൻ, വലിയവൻ ആരിലും വലിയവൻ, വലിയവൻ സൗഖ്യദായകൻ, പാപമോചകൻ, സൗഖ്യദായകൻ, പാപമോചകൻ, യേശുവേകരക്ഷകൻ, യേശുവേകരക്ഷകൻ, കരുണാമയൻ, സ്നേഹഗായകൻ, കരുണാമയൻ, സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ, വലിയവൻ ആരിലും വലിയവൻ, വലിയവൻ.
വിടുതലിൻ്റെ ആത്മാവ്, അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു